നമസ്കാരം. ഒരു മണിക്കൂറിൽ 100 വാർത്തകളുമായി 100 വാർത്ത ആരംഭിക്കുന്നു. സ്വാഗതം. ഇന്ത്യയിലെ കോവിഡ് മരണം 9520 24 മണിക്കൂറിനിടെ 321 മരണം, 11,382 പുതിയ കേസുകൾ. ദില്ലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 80 ലക്ഷത്തിലേക്ക്. മരണം 4,35,000 കടന്നു. അമേരിക്കയിൽ മരണം 1,18,000-ലേക്ക്. ബ്രസീലിൽ 24 മണിക്കൂറിനിടെ 598 മരണം. ആഫ്രിക്കയിലും രോഗം പടരുന്നു. ഫസ്റ്റ് ബെൽ വിക്ടേഴ്സിൽ തുടർപാഠങ്ങൾ ഇന്നു മുതൽ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവായി ക്ലാസുകൾ കാണാം. ഇംഗ്ലീഷ് വാക്കുകൾ സ്ക്രീനിൽ എഴുതി കാണിക്കാനും സംവിധാനം. ഇതര ഭാഷാ ക്ലാസുകളിൽ മലയാള വിശദീകരണത്തിനും സംവിധാനം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളം. മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററും ജൈവ വൈവിധ്യ പരിപാലന സമിതി തയ്യാറാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമെന്ന നേട്ടം കേരളത്തിന് സ്വന്തം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിലാണ് രജിസ്റ്റർ തയ്യാറാക്കിയതും BMCകൾ രൂപീകരിച്ചതും. ചാർട്ടേഡ് വിമാനത്തിലെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർദ്ദേശിച്ചത് സമൂഹ വ്യാപനം തടയാനുള്ള മുൻകരുതലിന്റെ ഭാഗമാണെന്ന് മന്ത്രി KK ശൈലജ ടീച്ചർ. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണിത്. വിമാനത്തിൽ 1-2 രോഗികൾ ഉണ്ടെങ്കിൽ ഗർഭിണികൾ ഉൾപ്പെടെയുള്ള മറ്റു യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാകും എന്നും മന്ത്രി പറഞ്ഞു. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് സുഹൃത്തുക്കൾ. സുശാന്ത് സിംഗ് രാജ്പുത്ത് ആത്മഹത്യ ചെയ്യില്ലെന്ന് ആത്മാർത്ഥ സുഹൃത്തും പ്രശസ്ത ഭോജ്പുരി നടനുമായ സൂര്യ ദ്വിവേദി. COVID-19 വ്യാപനം രൂക്ഷമാകുന്ന ദില്ലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. തമിഴ്നാട്ടിലും സംസ്ഥാന സർക്കാർ പ്രത്യേക യോഗം ചേരും. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരം. കൊല്ലം കടയ്ക്കലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പോലീസ് കമാൻഡോ അഖിലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോവിഡ് പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമാകും പോസ്റ്റ്മോർട്ടം. വെള്ളിയാഴ്ച രാത്രി അഖിലിനൊപ്പം മദ്യപിച്ച 3 സുഹൃത്തുക്കൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ഉത്തര കൊലപാതക കേസിലെ 2 പ്രതികളെയും കസ്റ്റഡിയിൽ ലഭിക്കാൻ വനം വകുപ്പ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. 1-ാം പ്രതിയും ഉത്രയുടെ ഭർത്താവുമായ സൂരജ്, 2-ാം പ്രതി സുരേഷ് എന്നിവരെയാണ് വനം വകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം എംബസികൾ മുഖേന ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് സ്ഥിരീകരിച്ചവരെ കൊണ്ടുവരാൻ പ്രത്യേക വിമാനം വേണമെന്നും പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. രോഗമില്ലാത്തവരെയും രോഗമുള്ളവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നത് ഗുരുതര പ്രശ്നമുണ്ടാക്കുമെന്ന് ശശി തരൂർ. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കാസർഗോഡ് ജില്ലയിൽ മാസ്ക് ധരിക്കാത്തതിന് ഇന്നലെ മാത്രം 215 കേസെടുത്തു. ഈ വിഷയത്തിൽ ഇതുവരെ 6409 കേസുകൾ പോലീസ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു. ലോക്ക്ഡൌൺ നിബന്ധനകൾ ലംഘിച്ചതിന് 6 പേർക്കെതിരെ കേസെടുത്തു. കണ്ണൂർ ജില്ലയിൽ സമ്പർക്കം വഴി രോഗബാധയുണ്ടായ പ്രദേശങ്ങൾ പൂർണ്ണമായി അടച്ചിടാൻ ജില്ലാ കളക്ടർ TV സുഭാഷ് ഉത്തരവിട്ടു. സമ്പർക്കത്തിലൂടെ രോഗബാധ കണ്ടെത്തിയ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ ബന്ധപ്പെട്ട വാർഡുകളാണ് പൂർണ്ണമായി അടച്ചിടുന്നത്. ജില്ലയിൽ 34 തദ്ദേശ സ്ഥാപനങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വയനാട്ടിൽ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ രോഗമുക്തനായി. നെർമേനി പഞ്ചായത്തിലെ ചുള്ളിയോട് കരടിപ്പാറ സ്വദേശിയായ 53-കാരനാണ് ഞായറാഴ്ച COVID-19 സ്ഥിരീകരിച്ചത്. ഇയാളെ കോവിഡ് ആശുപത്രിയായ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം ജില്ലയിൽ 3 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തി എറണാകുളത്ത് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ചങ്ങനാശ്ശേരി ചീരഞ്ചിറ സ്വദേശി ജൂൺ 4-ന് ചെന്നൈയിൽ നിന്നെത്തിയ മുണ്ടക്കയം സ്വദേശി മെയ് 29-ന് മുംബൈയിൽ നിന്നെത്തിയ ടിവിപുരം സ്വദേശി എന്നിവരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. മുണ്ടക്കയം സ്വദേശിയും ടിവിപുരം സ്വദേശിയും ഹോം ക്വാറന്റൈനിലായിരുന്നു. കോട്ടയം ജില്ലക്കാരായ 46 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 46 പേർ രോഗമുക്തി നേടി.
തൃശൂർ ജില്ലയിൽ 7 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 2 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ജില്ലയിൽ പുതുതായി 3 കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി പ്രഖ്യാപിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച 143 പേരാണ് തൃശൂർ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. തൃശൂർ സ്വദേശികളായ 9 പേർ മറ്റു ജില്ലകളിൽ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലാണ്. കോഴിക്കോട് ജില്ലയിൽ പുതുതായി 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ചെന്നൈയിൽ നിന്നെത്തിയ 3 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച ടെർമിനൽ മാനേജറുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഇദ്ദേഹത്തെ മഞ്ചേരി കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റി. ജീവനക്കാരൻ്റേത് വിപുലമായ സമ്പർക്ക പട്ടികയാണ്. സ്രവ പരിശോധന നടത്തിയ ശേഷം ഇയാൾ 6 ദിവസം ജോലിക്കെത്തി. 7-ാം തീയതിയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ജീവനക്കാരന്റെ സ്രവ പരിശോധന നടത്തുന്നത്. കുതിരവട്ടം സ്വദേശിയായ ഇയാൾ കോഴിക്കോട് നഗരത്തിലെ വിവിധ ഇടങ്ങൾ സന്ദർശിച്ചിരുന്നു. ലോക്ക്ഡൌൺ കാലത്തെ കൂട്ടപ്പാലായനത്തിന്റെ കരളലിയിക്കുന്ന കാഴ്ചകളുമായി കവിതയുടെ ദൃശ്യാവിഷ്കാരം. കണ്ണൂർ കതിരൂർ സ്വദേശിയും KDDC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ C വിനോദ് കുമാറാണ് പാതിവഴിയിലായ പാലായനം എന്ന കവിത രചിച്ചത്. പാലായനത്തിനിടെ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ നൊമ്പരമാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്. തെലങ്കാനയിൽ 23 മാധ്യമപ്രവർത്തകർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതുവരെ 60 മാധ്യമപ്രവർത്തകർക്കാണ് തെലങ്കാനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഒരാൾ മരണമടയുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 ITBP ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 200-ലധികം ITBP ഉദ്യോഗസ്ഥർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. നിലവിൽ 133 പേർ ചികിത്സയിലാണ്. കുവൈറ്റിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. കോട്ടയം മണിമല കടൈനിക്കാട് സ്വദേശി സിബി കളപ്പുരയ്ക്കലാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ച് അഥാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂർ പാനൂർ മനേക്കരയിൽ CPIM പ്രവർത്തകൻ കാട്ടിൽ ചന്ദ്രനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ഒരു RSS പ്രവർത്തകൻ പിടിയിലായി. കണ്ണിപ്പോയിൽ ബാബു വധക്കേസിൽ പ്രതിയായ മാഹി പന്തക്കൽ സ്വദേശി ശരത്തിന്റെ സഹോദരൻ രാഹുലിനെയാണ് അറസ്റ്റ് ചെയ്തത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കാൻ SFI പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ എല്ലാ അർഹരായ വിദ്യാർത്ഥികൾക്കും ടെലിവിഷൻ വിതരണം ചെയ്യും. ഇതിന്റെ ഉദ്ഘാടനം തിരുമേനിയിൽ വെച്ച് ദേശീയ ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് അംഗം C സത്യപാലൻ നിർവഹിച്ചു. EMSന്റെ ലോകം ദേശീയ സെമിനാർ തുടരുന്നു. ഇത്തവണ ഓൺലൈനിലൂടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. CPIM മലപ്പുറം എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രഭാഷണങ്ങൾ കേൾക്കാനാവുക. ജൂൺ 13-ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ളയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. ഈ മാസം 18-ന് സെമിനാർ സമാപിക്കും. ഫസ്റ്റ് ബെൽ ഓൺലൈൻ പഠനത്തിന്റെ പുതിയ അധ്യയനം ഇന്ന് തുടങ്ങുമ്പോൾ വയനാടും സജ്ജം. 1131 പൊതു പഠന കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓൺലൈൻ പഠനം തുടങ്ങുന്നതിന് മുൻപ് നടത്തിയ പരിശോധനയിൽ 9148 കുട്ടികൾക്ക് സൗകര്യങ്ങളില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇവർക്കായാണ് പൊതു പഠന കേന്ദ്രങ്ങൾ തയ്യാറാക്കിയത്. കൊടുവള്ളി മണ്ഡലത്തിലെ താമരശ്ശേരി, കിഴക്കോത്ത്, നരിക്കുനി ഗ്രാമപഞ്ചായത്തുകളിലൂടെയും കൊടുവള്ളി നഗരസഭയിലൂടെയും കടന്നുപോകുന്ന റോഡ് പ്രവൃത്തി വിലയിരുത്താൻ ഏളേറ്റിൽ വ്യാപാര ഭവനിൽ കാരാട്ട് റസാഖ് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നു. വയനാട്ടിൽ കാലവർഷം ശക്തമായി തുടങ്ങി. മൺസൂൺ ആരംഭിച്ച ജൂൺ 1 മുതൽ 13 വരെ 132.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 31.6 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലയിൽ യെല്ലോ അലർട്ട് ആയിരുന്നു. ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 164.1 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഫ്ലിപ്കാർട്ടിൽ ബുക്ക് ചെയ്ത വർക്കൗട്ട് മെഷീന് പകരം ചാണകം ലഭിച്ചതായി പരാതി. കോഴിക്കോട് കേബിൾ TV ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന മാവൂർ സ്വദേശിയായ വ്യക്തി വീൽ റോളർ എന്ന മെഷീനായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഫ്ലിപ്കാർട്ട് ഓഫീസിൽ ചെന്ന് സാധനം കൈപ്പറ്റി പാക്കറ്റിന് ഭാരം കുറഞ്ഞപ്പോൾ പരിശോധിക്കുകയായിരുന്നു. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി സൗകര്യമൊരുക്കി കോഴിക്കോട് കടലുണ്ടി സർവീസ് സഹകരണ ബാങ്ക്. കടലുണ്ടി നവധാരയ്ക്കും കണ്ണൂർ
മണ്ണൂർ സർവോദയ വായനശാലയ്ക്കും TV നൽകിയാണ് ബാങ്കിന്റെ സഹായം. ബാങ്ക് പ്രസിഡന്റ് PR മധുസൂദനൻ TV കൈമാറി. പോത്ത് മോഷണം നടത്തി വിൽപ്പന നടത്തുന്ന ഇറച്ചിക്കടക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നരിക്കുനി ചെമ്പക്കുന്ന് സ്വദേശിയായ ജാബിറിനെയാണ് കുന്നമംഗലം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഇറച്ചി കച്ചവടക്കാരനായ പടനിലം സ്വദേശി അഷ്റഫ് വളർത്തുന്ന പോത്തുകളിൽ 3 എണ്ണത്തെ കാണാതായിരുന്നു. കുന്നമംഗലം പോലീസിൽ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ഒരു പോത്തിനെ നിരക്കുനിയിൽ നിന്നും കണ്ടെത്തി. തുടർന്ന് പ്രദേശത്തുള്ള CCTV പരിശോധനയിലാണ് കള്ളനെ കണ്ടെത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് വിദേശത്ത് മരിച്ച പ്രവാസി സാമൂഹ്യ പ്രവർത്തകൻ കോഴിക്കോട് പേരാമ്പ്ര മുയ്പോത്ത് സ്വദേശി നിതിൻ ചന്ദ്രന്റെ വീട് മന്ത്രി TP രാമകൃഷ്ണൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് ജില്ലയിൽ 200 ഓൺലൈൻ പഠന കേന്ദ്രമൊരുക്കി KSTA. വീടുകളിലും പൊതുകേന്ദ്രങ്ങളിലും URC-കളിലുമാണ് പഠനോപകരണങ്ങൾ നൽകിയത്. URC-കളിലുള്ള ടെലിവിഷൻ സെറ്റുകൾ പ്രദീപ് കുമാർ MLA കൈമാറി. അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അഭിമാനിക്കുന്നുവെന്ന് നടൻ കോട്ടയം നസീർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന സൗജന്യ ഉച്ചഭക്ഷണ പരിപാടിയുടെ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നടൻ. കൊറോണ കാലത്ത് 12 ജനകീയ അടുക്കളകളിലൂടെ 1000-ലധികം ആളുകൾക്കാണ് അഭയം ഉച്ചഭക്ഷണം നൽകിയത്. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരുന്ന കപ്പലിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനുള്ള കസ്റ്റഡി അപേക്ഷ കൊച്ചി NIA കോടതി ഇന്ന് പരിഗണിക്കും. 10 ദിവസത്തെ കസ്റ്റഡിയാണ് NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബയോമെട്രിക് സുരക്ഷാ സംവിധാനങ്ങളുള്ള കപ്പലിനുള്ളിൽ കയറി സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ പ്രതികളെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനാണ് NIAയുടെ നീക്കം. പാലാ ചേർപ്പുങ്കലിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ അഞ്ജുവിന്റെ മാതാപിതാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. ഹോളി ക്രോസ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ 17 പേരുടെ മൊഴിയാണ് ഇതുവരെ അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. സൈബർ സെൽ, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തി പോലീസ് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. നടൻ വിജയുടെ പിറന്നാൾ ആഘോഷം ഒഴിവാക്കി. ദളപതി വിജയ് മക്കൾ ഇയക്കം കൊല്ലം വിദ്യാ അസോസിയേഷൻ അരവിള യൂണിറ്റ് ഈ മാസം 1 മുതൽ തുടർച്ചയായി ചെയ്തുവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടെലിവിഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാതെ പഠനം വഴിമുട്ടിയ വിദ്യാർത്ഥിനിക്ക് ടെലിവിഷൻ നൽകി. കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനത്തിന് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കൊല്ലം നല്ലിലയിൽ കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കശുവണ്ടി വ്യവസായി സൈമൺ മത്തായുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം അങ്കമാലിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 400 ലിറ്റർ വാഷ് കണ്ടെത്തി. അങ്കമാലിക്ക് സമീപം കോക്കുന്നിൽ നിന്നുമാണ് വാഷ് കണ്ടെത്തിയത്. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ വാഷ് കണ്ടെടുത്തത്. ആര്യങ്കാവ് പഞ്ചായത്തിലെ 150 BJP RSS പ്രവർത്തകർ രാജിവെച്ചു. ഇവർ CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കും. BJPയുടെ ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റും BMS മേഖലാ പ്രസിഡന്റുമായിരുന്ന ഉത്തമൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 150 യുവമോർച്ച BJP പ്രവർത്തകർ CPIM-ൽ എത്തിയത്. ഇടുക്കി ജില്ലയിൽ 2 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ കുമളി സ്വദേശിനിയായ 16-കാരിക്കും മുംബൈയിൽ നിന്ന് മടങ്ങിയെത്തിയ അറക്കുളത്തെ 21-കാരിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇരുവരും വീടുകളിൽ നിരീക്ഷണത്തിലായിരുന്നു. പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ജില്ലയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 29ആയി. ജില്ലയിൽ 3932 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇടുക്കി അടിമാലിയിൽ 17-കാരിയായ ആദിവാസി പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രക്ഷിതാക്കളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ പെൺകുട്ടിക്കൊപ്പം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 21-കാരിയിൽ നിന്നും അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കും.
തൊടുപുഴയിൽ പുകപ്പുരയ്ക്ക് തീപിടിച്ച് 3 ലക്ഷം രൂപയുടെ നഷ്ടം. ഉടുമ്പന്നൂർ പരിയാരം കുന്നേൽ ഡെനിലിന്റെ പുകപ്പുരയാണ് കത്തിനശിച്ചത്. 500 കിലോ റബ്ബർ ഷീറ്റ്, 100 കിലോ ഒട്ടുപാൽ എന്നിവയാണ് നശിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്ക് ഒത്താശ ചെയ്ത സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. സർക്കാർ ഭൂമിക്ക് വ്യാജരേഖയുണ്ടാക്കി നൽകിയ സംഭവത്തിൽ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ കളക്ടർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കോവിഡ് ഭീതിയിലാണ് ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങൾ. തമിഴ്നാട്ടിൽ നിന്ന് കാട്ടുപാതകളിലൂടെ തൊഴിലാളികൾ ഇടുക്കിയിലെത്തുന്നതാണ് ആശങ്കകൾക്ക് കാരണം. അതിർത്തി മേഖലയിലെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കുറുക്ക് വഴികളിലൂടെ തൊഴിലാളികൾ എത്തുന്നത് പൂർണ്ണമായും തടയാനാകുന്നില്ല. തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വൻതോതിലാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇ ഫയലിംഗ് സംവിധാനം ഇന്ന് നിലവിൽ വരും. ആദ്യപടിയായി ജാമ്യാപേക്ഷകളും മുൻകൂർ ജാമ്യാപേക്ഷകളുമാണ് ഇ ഫയലിംഗിലേക്ക് മാറ്റുന്നത്. ജാമ്യാപേക്ഷകൾ സമർപ്പിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ തീർപ്പാക്കാൻ ഉതകുന്ന വിധത്തിലാണ് പുതിയ സംവിധാനം. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, പോലീസ് സ്റ്റേഷനുകൾ, മജിസ്ട്രേറ്റ് കോടതികൾ, ജയിലുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി ഉള്ളതിനാൽ നിലവിലുള്ള കാലതാമസം ഒഴിവാക്കുമെന്നാണ് വിലയിരുത്തൽ. ലോക രക്തദാന ദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 200 യുവതികൾ രക്തദാനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഡിവൈഎഫ്ഐ മെഗാ യുവതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതാ സബ് കമ്മിറ്റിയുടെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആദരമർപ്പിച്ച് വ്യത്യസ്തയാർന്ന പെയിന്റുകളും കലാശില്പങ്ങളും ഒരുക്കി ചിത്രകാരി ജീന നിയാസ്. ദിനപത്രങ്ങളിലെ കോവിഡ് വാർത്തകൾ ഒട്ടിച്ചു ചേർത്ത് ക്യാൻവാസിൽ വരച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും മാർച്ച് 1 മുതൽ ജൂൺ 12 വരെ കോവിഡുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന വാർത്തകൾ ചേർത്ത് 51 മീറ്ററോളം ഉയരവും 1 അടി വീതിയുമുള്ള ചിത്രവും വിവിധ നിറത്തിലുള്ള ബട്ടൺസുകൾ ചേർത്തൊട്ടിച്ച സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ചിത്രവും ശ്രദ്ധേയമാകും. ആശ്രമത്തിലെ അന്തേവാസിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ആശ്രമ ഉടമയെ തൃശൂർ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോടാലി കോരേച്ചാൽ സ്വദേശി കൂടാലപ്പറമ്പിൽ ബാബു എന്ന ബാബു സ്വാമിയെയാണ് മതിലകം CIC പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. യുവജനങ്ങളുടെ കൂട്ടായ്മയായ എക്സ്പെക്ടേഷൻ വാക്കേഴ്സും രക്തദാന ആപ്ലിക്കേഷനായ ഫ്രണ്ട് ടു സപ്പോർട്ടും സംയുക്തമായി സംഘടിപ്പിച്ച് രക്തദാന ചലഞ്ചിൽ രജിസ്റ്റർ ചെയ്തത് 1000-ലധികം പേർ. ജൂൺ 4 മുതൽ ജൂൺ 14 വരെ നടന്ന ചലഞ്ചിൽ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധത ഉള്ളവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലെ വിവിധ കോളേജുകളിലെ NSS യൂണിറ്റുകളും ഈ ക്യാമ്പയിനിൽ പങ്കാളികളാണ്. ഇന്ധനവില വർധനവിനെതിരെ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ FSCTO പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിലും തുടർച്ചയായി 8ാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ചാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും FSCTOയും സംയുക്തമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചത്. കോവിഡ് നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ധർണകൾ. പാലക്കാട് ജില്ലയിൽ 6 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ കഴിയുന്നവരുടെ എണ്ണം 152ആയി. ദുബായിൽ നിന്നെത്തിയ ചാലിശ്ശേരി സ്വദേശിക്കും മുംബൈയിൽ നിന്നെത്തിയ 3 അമ്പലപ്പാറ സ്വദേശികൾക്കും സൗദിയിൽ നിന്നെത്തിയ കുമരംപുത്തൂർ സ്വദേശിക്കും ചെന്നൈയിൽ നിന്നെത്തിയ ചെത്തല്ലൂർ സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 27 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. പാലക്കാട് നിന്ന് ട്രെയിൻ മാർഗം നാട്ടിലേക്ക് മടങ്ങിയ അതിഥി തൊഴിലാളികളുടെ എണ്ണം 15,000 കടന്നു. ഒഡീഷ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ത്രിപുര, പശ്ചിമ ബംഗാൾ, ആസം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് മടങ്ങിയത്. ഇപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയാണ് തൊഴിലാളികളെ അയക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ അർഹമായ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ ധർണ പാലക്കാട് ജില്ലയിൽ 15,000 കേന്ദ്രങ്ങളിൽ നടക്കും. നാളെ പകൽ 11 മണി മുതൽ 12 വരെ നടക്കുന്ന സമരത്തിൽ 1 ലക്ഷം പേർ പങ്കെടുക്കും.
പ്ലക്കാർഡുകളേന്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ധർണ. ജില്ലാതല ഉദ്ഘാടനം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ നിർവഹിക്കും. പമ്പ ത്രിവേണിയിൽ നിന്ന് 20 ദിവസത്തിനുള്ളിൽ 75,000 മീറ്റർ ക്യൂബ് മണൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ്. നീക്കം ചെയ്തതിനുള്ള പ്രവർത്തനങ്ങൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി A. ജയതിലകിനൊപ്പം പമ്പയിൽ സന്ദർശനം നടത്തി. പത്തനംതിട്ട ഇരവിപേരൂരിൽ വയോജനങ്ങൾക്കായി സുഖായുഷ്യം പദ്ധതി. ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് വയോജനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുള്ള സായംപ്രഭ ക്ലബ്ബ് കഴിഞ്ഞ 3 വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ഇതിലെ അംഗങ്ങളെ ഉദ്ദേശിച്ചാണ് പദ്ധതി. വയോജനങ്ങൾക്ക് കോവിഡ് രോഗപ്രതിരോധം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന നൽകി പത്തനംതിട്ട വൃന്ദാമന്ദിരത്തിലെ താമസക്കാരും ജീവനക്കാരും. ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വയലത്തല വൃദ്ധമന്ദിരത്തിലെ താമസക്കാരും ജീവനക്കാരും ചേർന്ന് സ്വരൂപിച്ച രൂപ ജില്ലാ കളക്ടർ PB നൂഹിന് കൈമാറി. മലപ്പുറം താനൂരിൽ പോലീസിനെ ആക്രമിച്ച പ്രതിയെ മോചിപ്പിച്ച സംഭവത്തിൽ 50ഓളം പേർക്കെതിരെ കേസ്. ഇന്നലെ താനൂർ ചാപ്പപ്പടി കടപ്പുറത്താണ് സംഭവം. ട്രോമ കെയർ വളണ്ടിയർ ജാബിറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. അക്രമികൾ പോലീസ് വാഹനത്തിന് നേരെ കല്ലെറിയുകയും പ്രതികളിൽ ഒരാളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ EMS സ്മാരക സഹകരണ ആശുപത്രി ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ടെലിവിഷൻ നൽകി. പാണമ്പി യുവജന വായനശാലയിലാണ് ടെലിവിഷൻ സ്ഥാപിച്ചത്. ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ V. ശശികുമാർ ടെലിവിഷൻ കൈമാറി. കോളനിയിലെ 20ഓളം വീടുകളിലെ കുട്ടികൾക്ക് ഇതോടെ പഠന സൗകര്യമായി. മലപ്പുറം പൊന്നാനി ലൈറ്റ് ഹൌസിന് പിൻഭാഗത്ത് കടലാക്രമണത്തിൽ തകർന്ന കടൽ ഭിത്തിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 1.35 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഇടപെട്ടതിനെ തുടർന്നാണ് പൊന്നാനിയിലെ കടൽ ഭിത്തിക്ക് പ്രത്യേക ഫണ്ട് അനുവദിച്ചത്. മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറയിൽ മാലിന്യം ജനവാസ മേഖലയിൽ അശാസ്ത്രീയമായി ശേഖരിക്കുന്നതായി പരാതി. ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങുന്ന മാലിന്യമാണ് മാവേലി സ്റ്റോറിനും മൃഗാശുപത്രിക്കും സമീപം തള്ളുന്നത്. മാലിന്യം കത്തിക്കാൻ കുഴിയെടുത്തത് കാരണം പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മതിൽ തകർന്നു വീണു. മാലിന്യം അശാസ്ത്രീയമായി ശേഖരിക്കുന്നതിനെതിരെ DYFI പ്രതിഷേധിച്ചു. മലപ്പുറം വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ KV ഉണ്ണികൃഷ്ണൻ പട്ടികജാതിക്കാരെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ നടപടി. കുറ്റിപ്പുറം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP ഉണ്ണികൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV പ്രകാശ് അറിയിച്ചു. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 50% കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 50.60% നിലവിൽ രാജ്യത്തെ രോഗമുക്തി നിരക്ക്. 1,62,378 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. 8,049 പേർക്ക് ഞായറാഴ്ച രോഗം ഭേദമായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് പരിശോധനകളുടെ എണ്ണം 56 ലക്ഷം കടന്നു. ഞായറാഴ്ച 1,51,432 സാമ്പിളുകളാണ് മണിക്കൂറിനിടെ പരിശോധനകൾക്ക് അയച്ചതെന്ന് ICMR വ്യക്തമാക്കി. ഇതോടെ ആകെ കോവിഡ് പരിശോധനകളുടെ എണ്ണം 56,58,614 കവിഞ്ഞു. പ്രതിദിനം 2 ലക്ഷം പരിശോധനകൾ നടത്താനുള്ള ശ്രമം തുടരുന്നുവെന്ന് ICMR വ്യക്തമാക്കി. കോവിഡ് വ്യാപനം രൂക്ഷമായ ദില്ലിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾ ഇരട്ടിയാക്കി. ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമം തുടങ്ങി. ദില്ലിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 500 ട്രെയിൻ കോച്ചുകൾ ഉടൻ കൈമാറും. കോവിഡ് പരിശോധനകൾക്കായി ICMR പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഇനി മുതൽ പേശിവേദന, വയറിളക്കം എന്നീ അസുഖങ്ങളുമായി എത്തുന്നവരെയും പരിശോധനകൾക്ക് വിധേയമാക്കണം.
നേരിയ രോഗലക്ഷണമുള്ളവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇനി പരിശോധന ആവശ്യമില്ല. ഇവർക്ക് രോഗം ഭേദമായി എന്ന് രേഖപ്പെടുത്തും. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 44,000 കടന്നു. ഞായറാഴ്ച മാത്രം 1974 പുതിയ കേസുകൾ. 38 പേർ ഇന്നലെ മരിച്ചു. ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 30,000 കോവിഡ് കേസുകളും 1415 മരണങ്ങളും ചെന്നൈയിൽ മാത്രം സംഭവിച്ചു. ജമ്മു കാശ്മീരിലും ഗുജറാത്തിലും ഭൂകമ്പം. ഗുജറാത്തിലെ കച്ചിലാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ആളപായമോ നാശനഷ്ടമോ ഇല്ലെന്നാണ് പ്രാഥമിക വിവരം. കച്ചിലെ ബച്ചാവു ആണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കുന്നത്. രാജ്കോട്ട്, അഹമ്മദാബാദ്, പട്ടാൻ എന്നീ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. രാത്രി 8:13 ഭൂകമ്പം ഉണ്ടായതെന്ന് ഭൂചലന ശാസ്ത്ര പഠന കേന്ദ്രം അറിയിച്ചു. ദില്ലിയിൽ കോവിഡ് നിരീക്ഷണത്തിലിരിക്കെ മരിച്ചവരുടെ മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. മരിച്ചവരുടെ കോവിഡ് സ്ഥിരീകരണത്തിനായി കാത്തിരിക്കേണ്ടതില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മേഘാലയയിലെ രാത്രികാല യാത്രാ നിരോധനം നീട്ടി. ജൂൺ 22 വരെയാണ് നൈറ്റ് കർഫ്യൂ നീട്ടിയത്. രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെയാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രി ആവശ്യമല്ലാത്ത എല്ലാ സർവീസുകൾക്കും കർഫ്യൂ ബാധകമായിരിക്കും. ലഷ്കർ ഇ തൈബയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ പിടിയിലായ താനിയ പർവീൺ എന്ന യുവതിയെ NIA കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണ വിധേയമായി 10 ദിവസത്തേക്കാണ് താനിയെ കസ്റ്റഡിയിൽ വിട്ടത്. താനിയെ NIA കൊൽക്കത്തയിലെ ഓഫീസിലേക്ക് കൊണ്ടുപോകണമെന്നാണ് റിപ്പോർട്ട്. അവിടെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ താനിയെ ചോദ്യം ചെയ്യും. ഛത്തീസ്ഗഡ് മാവോയിസ്റ്റുകൾക്ക് ട്രാക്ടർ എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ച BJP നേതാവ് അറസ്റ്റിലായി. BJP ദന്തേവാഡ ജില്ലാ വൈസ് പ്രസിഡന്റ് ജഗത് പൂജാരിയും രമേശ് ഉസേൻഡി എന്നയാളുമാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ 10 വർഷമായി മാവോയിസ്റ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകുകയും നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ജഗത് പൂജാരി വെളിപ്പെടുത്തിയെന്ന് പോലീസ് അറിയിച്ചു. അമേരിക്കയിൽ വീണ്ടും ജനങ്ങൾ അടിമത്ത കാലത്തിന്റെ അവശിഷ്ടമായ പ്രതിമ പിഴുതെറിഞ്ഞു. ന്യൂ ഓർലൻസിലെ അടിമ ഉടമയുടേതായിരുന്ന ജോൺ മക്ഡോണയുടെ പ്രതിമ ഡങ്കൻ പ്ലാസയിൽ നിന്ന് നീക്കി ജനങ്ങൾ മിസിസിപ്പി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. കറുത്ത വംശജരായ 2 ട്രാൻസ്ജെൻഡർമാർ കൊല്ലപ്പെട്ടതിൽ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം. കെയോയിലെ ലിബർട്ടി ടൗൺഷിപ്പിൽ താമസക്കാരിയായ റിയ മിൽട്ടണും ഫിലാഡൽഫിയക്കാരിയായ ഡൊമിനിക് മി ഫെൽസിയുമാണ് ഈ ആഴ്ച കൊല്ലപ്പെട്ടത്. ഫെൽസിന്റെ മൃതദേഹം കൈക്കോ നദിയിൽ നിന്നാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിൽ കുത്തേറ്റ പാടുകളും മുഖത്തും ശരീരത്തിലും ചതവുകളുമുണ്ട്. കാലുകൾ മുറിച്ച നിലയിലാണ്. 2 പേരെ അറസ്റ്റ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഇടം പിടിച്ച് ചൈനയിലെ ഹോങ്കോങ്. ജീവിത ചെലവിനെ ആധാരമാക്കി അമേരിക്കൻ കൺസൾട്ടിംഗ് സ്ഥാപനമായ മെർസനാണ് ഈ വർഷവും പട്ടിക തയ്യാറാക്കിയത്. തുർക്ക്മെനിസ്ഥാനിലെ അഷ്ഗാബത്തും ജപ്പാനിലെ ടോക്കിയോയും സ്വിറ്റ്സർലൻഡിലെ സൂറിക്കും സിംഗപ്പൂരുമാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കോവിഡിനെ തൂത്തെറിഞ്ഞെന്ന് ആശ്വസിക്കുന്നതിനിടെ ചൈനയിൽ വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു. കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായി ചൈന രോഗത്തെ പിടിച്ചുകെട്ടിയത് മറ്റ് ലോകരാജ്യങ്ങൾക്കും പ്രചോദനമായിരുന്നു. എന്നാൽ ഇന്നലെ മാത്രം 57 പുതിയ കേസുകളാണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിലിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. സൗദി അറേബ്യയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ യമനിലെ ഹൂതി സായുധ സംഘം നടത്തിയ മിസൈൽ ആക്രമണത്തെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അപലപിച്ചു. യമൻ നഗരമായ അധനയിൽ നിന്ന് നജ്റാൻ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ പിന്തുണയോടെയാണെന്നും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് സാധാരണക്കാരെയും പാർപ്പിട പ്രദേശങ്ങളെയും ഹൂത്തികൾ ലക്ഷ്യമിടുന്നത് തുടരുകയാണെന്നും ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും OICC അറിയിച്ചു. COVID-19 ബാധിച്ച് ബംഗ്ലാദേശ് സർക്കാരിലെ ഒരു മന്ത്രി മരിച്ചതായി ജർമ്മൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മതകാര്യ സഹമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ശനിയാഴ്ച രാത്രി
ധാക്കയിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ച ഉടനെ മരിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ സഹായി നസ്മുൽ ഹക്ക് ഷൈക്കത്ത് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഉപയോഗിച്ച് അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കുകയാണെന്ന് ഇന്ത്യയുടെ ആരോപണം. കഴിഞ്ഞ 2 മാസമായി നിയന്ത്രണ രേഖയിലുടനീളം ഷെല്ലാക്രമണം നടത്തുന്ന പാകിസ്ഥാന് ചൈനയുടെ പിന്തുണയുണ്ടെന്നാണ് ഇന്ത്യൻ സേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മഹാമാരി നിരവധി രാജ്യങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താറുമാറാക്കി. പാകിസ്ഥാനിൽ ഡിഫ്തീരിയ രോഗം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കോളറയും മീസിൽസും പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തു. കോവിഡ്-19 മുക്തനായ വയോധികന് 8 കോടിയിലേറെ രൂപ ആശുപത്രി ബിൽ. അമേരിക്കയിലെ മൈക്കൽ ഫ്ലോർ എന്ന 70-കാരന് ഇത്രയും ഭീമമായ തുക ആശുപത്രി ബില്ലായി ലഭിച്ചിരിക്കുന്നു. $1.1 മില്യൺ ഫ്ലോറിന്റെ ആശുപത്രി ചെലവായി ലഭിച്ച ബിൽ തുക. ദക്ഷിണ സൗദിയിലെ അസീർ പ്രവിശ്യയിലുണ്ടായ ഒരു റോഡ് അപകടത്തിൽ 5 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും 2 പേരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ദർബിന് സമീപം അക്ബത്ത് ദൽ-ഇൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഹോണ്ട അക്കോർഡ് കാറും ഡിയന്ന വാനും തമ്മിലാണ് കൂട്ടിമുട്ടിയത്. ദുബായിൽ വിസ സേവനങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ വ്യക്തമായ വിവരങ്ങൾ തന്നെ നൽകാൻ ശ്രദ്ധിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അധികൃതർ. വകുപ്പിന്റെ സ്മാർട്ട് ചാനൽ, ദുബായിലെ ആമർ സെന്ററുകൾ എന്നിവയിലൂടെ സേവനങ്ങൾ തേടുന്നവർ അവ്യക്തമായ വിവരങ്ങളും മേൽവിലാസങ്ങളും നൽകിയാൽ തുടർ നടപടികൾക്ക് കാലതാമസം വരും. ഇത്തരത്തിലുള്ള ഒരു കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. യുഎഇയിൽ പുറം തൊഴിൽ ചെയ്യുന്നവർക്കുള്ള നിർബന്ധിത ഉച്ചവിശ്രമ നിയമം നാളെ മുതൽ നിലവിൽ വരും. കൊടും ചൂട് അനുഭവപ്പെടുന്ന ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12:30-നും 3 മണിക്കും ഇടയിലാണ് നിർബന്ധിത ഉച്ചവിശ്രമം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഉച്ചവിശ്രമ നിയമം പാലിക്കേണ്ടത്. പ്രവാസ ലോകത്ത് പ്രയാസപ്പെടുന്നവരെ നാട്ടിലെത്തിക്കാൻ കൈരളി TV ഒരുക്കുന്ന കൈകോർത്ത് കൈരളി എന്ന പദ്ധതിയുമായി സഹകരിച്ച് കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മുൻകാല വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്നോസ് 180-ലേറെ വിമാന ടിക്കറ്റുകൾ ഈ പദ്ധതിക്ക് നൽകാനാണ് തീരുമാനമെന്ന് ടെക്സോസ് ഭാരവാഹികൾ അറിയിച്ചു. മനുഷ്യക്കടത്തിനും വിസ കച്ചവടത്തിനുമെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി കുവൈറ്റ്. വാടക നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശം ചൊവ്വാഴ്ച കുവൈറ്റ് പാർലമെന്റ് ചർച്ച ചെയ്യും. അതേസമയം രോഗബാധയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയ പ്രദേശങ്ങളിൽ ഇളവുകൾ നൽകാനാണ് സാധ്യത. കോവിഡ്-19 കാരണം പ്രതിസന്ധി നേരിടുന്ന അജ്മാനിലെ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി ഗവൺമെന്റ് സാമ്പത്തിക ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അജ്മാൻ ചേംബർ ഓഫ് കൊമേഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അംഗത്വ ഫീസ് അടയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെങ്കിൽ പിഴ ഒഴിവാക്കും. പ്രതിസന്ധി നേരിടുന്ന ഹോട്ടൽ, ടൂറിസം മേഖലകളിൽ ഈ വർഷം അംഗത്വ ഫീസ് അടയ്ക്കേണ്ടതില്ലെന്നും അജ്മാൻ ഭരണാധികാരി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ ദേശീയ കറൻസി അപകീർത്തിപ്പെടുത്തുന്നവർ ജയിൽ ശിക്ഷയും കനത്ത പിഴയും നേരിടേണ്ടി വരുമെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ദേശീയ കറൻസിയിൽ UAEയുടെ പേരും ചിഹ്നവുമുണ്ട്. അതിനാൽ കറൻസിയുടെ ധാർമ്മിക മൂല്യം വലുതാണ്. കറൻസി അപമാനിക്കുന്നതായി കണക്കാക്കുന്ന ഏതൊരു പെരുമാറ്റവും UAE നിയമപ്രകാരം ശിക്ഷാർഹവും കുറ്റകരവുമാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ. ഖത്തറിൽ ഓൺലൈൻ വഴി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കോവിഡ്-19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ പുതുക്കാൻ ഫഹസ് കേന്ദ്രങ്ങളിലെത്തിയുള്ള വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധന അധികൃതർ ഒഴിവാക്കിയിരുന്നു. പുതുക്കാനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഓൺലൈൻ വഴിയാക്കിയതോടെയാണ് ആവശ്യക്കാർ കൂടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം മീഡിയ ഗതാഗത ബോധവൽക്കരണ വകുപ്പ് അധികൃതർ അറിയിച്ചു. അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് 44,000 കോവിഡ് പരിശോധനകൾ നടത്തിയതായി UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കൊറോണ വൈറസ് കേസുകൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ ചികിത്സ നടപ്പിലാക്കുന്നതിനും രാജ്യവ്യാപകമായി പരിശോധനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണിതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി.
യുഎഇയിൽ വേനൽക്കാലം ജൂൺ 21 ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. സെപ്റ്റംബർ 23 വരെ വേനൽക്കാലം നീണ്ടു നിൽക്കും. ഈ വർഷത്തെ വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ശരാശരി താപനില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ കുറഞ്ഞത് 41 ഡിഗ്രി വരെയാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. ദുബായ് KMCC ചാർട്ടർ ചെയ്യുന്ന പ്രഥമഘട്ടത്തിലെ 3 വിമാനങ്ങൾ ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്നു. ഗർഭിണികൾ, പ്രായമായവർ, മെഡിക്കൽ എമർജൻസി ആവശ്യമുള്ളവർ, വിസിറ്റ് വിസ കാലാവധി തീർന്നവർ, തൊഴിൽ നഷ്ടമായവർ തുടങ്ങിയ ഇന്ത്യൻ എംബസികൾ നിഷ്കർഷിച്ച മുൻഗണനാക്രമം പാലിച്ചാണ് ആളുകളെ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തതെന്ന് ദുബായ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് മുസ്തഫ വേങ്ങര. ജിയോയുടെ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് പുതിയ ഡബിൾ ഡാറ്റ ഓഫറുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ജിയോ ഫൈബർ ഓഫറുകളിൽ എക്സ്ട്രാ ഡേറ്റ ഇപ്പോൾ ലഭ്യമാക്കുന്നത്. 699 രൂപ മുതൽ 8499 രൂപ വരെയുള്ള പ്ലാനുകളിൽ ഉപഭോക്താക്കൾക്ക് ഈ ഡബിൾ ഡേറ്റ ഓഫറുകൾ ലഭിക്കുന്നതാണ്. എയർടെൽ പുതിയ ഓഫറുകൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. ജിയോയുടെ 1 വർഷത്തെ ഓഫറുകൾക്ക് സമാനമായ ഓഫറുകളാണ് എയർടെല്ലും പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ എയർടെൽ പുറത്തിറക്കിയിരിക്കുന്നത് 2498 രൂപയുടെ ഓഫറുകളാണ്. 2498 രൂപയുടെ റീചാർജുകളിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ദിവസേന 2 GB ഡേറ്റയാണ്. കൂടാതെ അൺലിമിറ്റഡ് കോളുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ചൈനീസ് ക്ലോണായ സിന്നിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത് ടെക് ഭീമനായ ഗൂഗിൾ. നിരവധി ടിക്ടോക്ക് ഉപഭോക്താക്കൾ അവരുടെ സമ്മതമില്ലാതെ തങ്ങളുടെ ഉള്ളടക്കം സൈനിൽ അപ്ലോഡ് ചെയ്തതായി ആരോപിച്ചിരുന്നു. ഇത് ഗൂഗിളിന് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. സിൻ ആപ്ലിക്കേഷൻ തങ്ങളുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായും ക്ലോൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നത്. ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി പുത്തൻ ചിത്രം ഒരുങ്ങുന്നു. രാജശ്രീ ഫിലിംസിന്റെ ബാനറിൽ ബിപിൻ ചന്ദ്രൻ തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ജിത്തു വയലിലാണ്. രാക്ഷസയ്ക്ക് ശേഷം വിഷ്ണു വിശാൽ നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് FIR. ഫൈസൽ ഇബ്രാഹിം റൈസ് എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ചിത്രത്തിന്റെ പുതിയ സ്റ്റിൽ പുറത്തിറങ്ങി. ഗൗതം മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മനു ആനന്ദാണ് ചിത്രത്തിന്റെ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹനകൃഷ്ണ ഇന്ദിരഗന്ധി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വി. ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. നാസി, സുധീർ ബാബു, നിവേദ തോമസ്, അതിഥി റാവു, ഹൈദരി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഇംഗ്ലണ്ടിനെതിരെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ വിൻഡീസിന് മുൻതൂക്കമുണ്ടെന്ന് കോച്ച് ഫിൽ സിമൺസ്. 3 മത്സര പരമ്പരയിൽ ആദ്യത്തേത് ജൂൺ 8 നടക്കും. പരമ്പരയ്ക്കായി ഇംഗ്ലണ്ടിലെത്തിയ വിൻഡീസ് ടീം ക്വാറന്റൈനിലാണ്. സ്റ്റേഡിയത്തിൽ ഇംഗ്ലീഷ് ടീമിനെ പിന്തുണയ്ക്കാൻ കാണികൾ ഉണ്ടാകില്ലെന്നതാണ് വിൻഡീസിന്റെ ആശ്വാസം. മുതിർന്ന ഹോക്കി പരിശീലകൻ എറണാകുളം ശങ്കരശ്ശേരിയിൽ ശ്രീധർ ഷെണായി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഉദരസംബന്ധമായ രോഗത്തിന് ചികിത്സയായിരുന്നു. കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പരിശീലകനായിരുന്നു. ഇറ്റലിയിലെ കോപ്പ ഇറ്റാലിയ ഫുട്ബോൾ ഫൈനലിൽ യുവന്റസിനെ നാപ്പോളി നേരിടും. ഇന്റർ മിലാനെതിരെ നടന്ന 2ാം പാദ സെമി ഫൈനലിൽ 1-1 സമനില നേടിയതോടെയാണ് നാപ്പോളി ഫൈനലിൽ കടന്നത്. ആവേശകരമായ മത്സരത്തിൽ ആക്രമിച്ചു കളിച്ചത് ഇന്റർ മിലാനായിരുന്നു. മിലാനിൽ നടന്ന 1ാം പാദ സെമിയിൽ നാപ്പോളി 1-0 ജയിച്ചിരുന്നു. തുല്യതയ്ക്കായുള്ള പോരാട്ടത്തിൽ കറുത്ത വംശജർക്ക് ഐക്യപ്പെട്ട ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. കളിക്കാരുടെ കുപ്പായത്തിൽ പേരിന് പകരം ബ്ലാക്ക് ലീവ്സ് മാറ്റർ എന്ന മുദ്രാവാക്യം പതിച്ചാണ് പ്രീമിയർ ലീഗ് പിന്തുണ അറിയിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ മാർച്ച് ആദ്യം നിർത്തിവെച്ച ലീഗ് ജൂൺ 17 പുനരാരംഭിക്കുന്നത്. നൂറ് വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.